തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ നടൻ ജോജു ജോർജ് തൃശൂരിലെ മാളയിലെത്തിയത് അമേരിക്കയിൽ നിന്നാണ്. കുഴൂർ ഗവൺമെന്റ് സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ല. കുഴൂരിലെ താമസക്കാരനായിരുന്നുവെങ്കിലും ഇപ്പോൾ മാളയിലേക്ക് താമസം മാറിയതിനാൽ അവിടുത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുമെന്ന് കരുതി മാള സ്നേഹഗിരിയിലെത്തിയെങ്കിലും അവിടെയും പേരില്ലാത്തതിനാൽ നിരാശനായി മടങ്ങേണ്ടി വന്നു. ജോജുവിന്റെ അച്ഛൻ, അമ്മ എന്നിവരുടെ പേര് പട്ടികയിൽ ഉണ്ടായിരുന്നതിനാൽ ഇവർക്ക് കുഴൂരിൽ തന്നെ വോട്ട് ചെയ്യാനായി. ജോജുവിന്റെ ഭാര്യ അബ്ബയുടെ പേരും പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന് കോഴിക്കോട് മൊടക്കല്ലൂർ AUPയിലായിരുന്നു വോട്ടെങ്കിലും മണ്ഡലത്തിലെ തിരക്ക് മൂലം വോട്ട് ചെയ്യാനെത്തിയില്ല. മണ്ഡലത്തിൽ നിറയാനായിരുന്നു ഇത്. മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് നടൻ മോഹൻലാൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു. മമ്മൂട്ടി ഇടത് സ്ഥാനാർത്ഥി P രാജീവിനൊപ്പവും കോൺഗ്രസിന്റെ ഹൈബിക്കൊപ്പവും എത്തിയതും ശ്രദ്ധേയമായി. മോഹൻലാൽ തിരുവനന്തപുരത്ത് മുടവൻമുകൾ സ്കൂളിലും മമ്മൂട്ടി പനമ്പള്ളി നഗറിലെ ഗവൺമെന്റ് GHSലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. യുവതാരം ടൊവിനോ തോമസ് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് HSSൽ ആദ്യ വോട്ടറായി സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ KPSC ലളിത വടക്കാഞ്ചേരി എങ്കക്കാട് സ്കൂളിലും നടി മഞ്ജു വാര്യർ തൃശൂർ പുള്ള് ALP സ്കൂളിലും വോട്ട് ചെയ്തു. MT വാസുദേവൻ നായർ കോഴിക്കോട് സെന്റ് വിൻസെന്റ് കോളനി സ്കൂളിലും UA ഖാദർ പൊക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ചാലക്കുടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും സിനിമാ താരവുമായ ഇന്നസെന്റ് തൃശൂരിൽ വോട്ട് രേഖപ്പെടുത്തി. ആലപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ഫാസിലും മകൻ ഫഹദ് ഫാസിലും. നടൻ ഗോവിന്ദ് പത്മസൂര്യ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. അജു വർഗീസ്, ലെന, അപർണ ബാലമുരളി, ഉണ്ണി മുകുന്ദൻ എന്നിവരും വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. എറണാകുളം മണ്ഡലത്തിലാണ് തന്റെ കന്നി വോട്ട് ഭാമ രേഖപ്പെടുത്തിയത്. തൃക്കാക്കര ഭാരതമാതാ കോളേജിലെത്തിയാണ് ഭാമ വോട്ട് ചെയ്തത്. ബ്രെയിൽ ലിപിയിൽ ഒരു വോട്ടും രേഖപ്പെടുത്തുകയുണ്ടായി. ബത്തേരി നെന്മേനിക്കുന്ന് ശ്രീജയ HSSൽ ബ്രെയിൽ ലിപിയുടെ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. നെന്മേനിക്കുന്ന് ബേസർ ഹോമിൽ സെൽവരാജാണ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തിയത്. ബാലറ്റ് പേപ്പറിൽ നോക്കി സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പർ മനസ്സിലാക്കിയ ശേഷം ബ്രെയിൽ ലിപി രേഖപ്പെടുത്തിയ ബാലറ്റ് യൂണിറ്റിൽ വോട്ട് ചെയ്യുന്ന രീതിയാണ് കാഴ്ചയില്ലാത്ത സെൽവരാജ് അവലംബിച്ചത്. കാഴ്ചശക്തിയില്ലാത്തവർക്കായി ബ്രെയിൽ ലിപി ബാലറ്റ് പേപ്പർ ഉണ്ടെങ്കിലും മിക്കവരും ഉറ്റവരുടെ സഹായത്താലാണ് വോട്ട് രേഖപ്പെടുത്താറുള്ളത്. പോളിംഗ് ബൂത്തിലെ ക്യൂവിൽ നിന്ന് പെരുമ്പാമ്പിനെ കാണാൻ പുരുഷ വോട്ടർമാർ കൂട്ടത്തോടെ ഇറങ്ങിയോടിയത് പീരുമേട് കോഴിക്കാനം എസ്റ്റേറ്റിലാണ്. തേയിലത്തോട്ടത്തിലെ പുല്ലിനിടയിൽ പെരുമ്പാമ്പിനെ കണ്ട വാർത്ത പ്രചരിച്ചതോടെയാണ് വോട്ട് ചെയ്യാൻ കാത്തുനിന്നവർ ഒന്നടങ്കം മുങ്ങിയത്. വനപാലകർ എത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയതിനു ശേഷമാണ് വോട്ടർമാർ ബൂത്തിലേക്ക് മടങ്ങിയെത്തി സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. വോട്ട് ചെയ്യാനെത്തി തൃശൂരിൽ താരമായത് യൂസഫ് അലിയായിരുന്നു. സ്വകാര്യ ജെറ്റിലാണ് യൂസഫ് അലി കൊച്ചിയിലെത്തിയത്. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നാട്ടികയിലെ വീട്ടിന് മുൻപിൽ, ശേഷം കുടുംബത്തോടൊപ്പം പോളിംഗ് സ്റ്റേഷനിലേക്കും. അങ്ങനെ ശതകോടീശ്വരന്റെ വോട്ട് ചെയ്യൽ നാട്ടികയിൽ സംസാരവുമായി. വടകര ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ വോട്ട് ചെയ്തില്ല. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലായിരുന്നു മുരളീധരന്റെ വോട്ട്. പോളിംഗ് ദിവസം മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട എന്നു കരുതിയാണ് അദ്ദേഹം യാത്ര വേണ്ടെന്ന് വെച്ചത്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന് കോഴിക്കോട് മൊടക്കല്ലൂർ AUPയിലായിരുന്നു വോട്ടെങ്കിലും മണ്ഡലത്തിലെ തിരക്ക് മൂലം വോട്ട് ചെയ്യാൻ എത്തിയില്ല. മണ്ഡലത്തിൽ നിറയാനായിരുന്നു ഇതും.